ഹലോ ഫ്യൂച്ചർ ട്രേഡേഴ്സ്. അപ്പോൾ നമ്മൾ ഫോറക്സിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് ഇന്ന് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോറക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോറക്സ്, എന്താണ് കറൻസി പെയർസ്, അതുപോലെ ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട്സ് എന്താണ്, കാൻഡിൽ സ്റ്റിക്ക് എന്താണ് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിലെ നമുക്ക് ഒരു ബയ്യോ സെല്ലോ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മാർക്കറ്റിന്റെ മൂവ്മെന്റ് അറിയണം അല്ലെ. മാർക്കറ്റിന്റെ മൂവ്മെന്റ് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് അറിയാം? നമ്മൾ ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഓരോ പെയേഴ്സിനും അതിൻ്റെതായ ഗ്രാഫ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചാർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ചാർട്ടിലേക്ക് കടക്കാം. എന്താണ് ചാർട്ട്? ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിന്റെ ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് മാർക്കറ്റ്. അതെന്താണ്? ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്താണെന്ന് കാണിക്കുന്ന ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കറൻസി പെയർ എടുക്കുകയാണെങ്കിൽ ഈ കറൻസി പെയറിന് ഈ ടൈമിൽ ഇപ്പോൾ ഓരോ ടൈമിനനുസരിച്ച് അതിന്റെ വാല്യൂ എന്താണെന്ന് കാണിക്കുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് ചാർട്ട് എന്ന് പറയുന്നത്. ചാർട്ടിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ പ്രൈസ് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, അപ്വേർഡ് മൂവ്മെന്റ് ആണോ, ഡൗൺവേർഡ് മൂവ്മെന്റ് ആണോ, സൈഡ് വേസ് മൂവ്മെന്റ് ആണോ എന്ന് നമുക്ക് ചാർട്ടിലൂടെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ചാർട്ട് നോക്കാം. ഇവിടെ ചാർട്ടിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈമും കൊടുത്തിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന വാല്യൂസ്. ഓക്കെ, അപ്പൊ ഓരോ ടൈമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർട്ടും ഗ്രാഫും ഉണ്ട്. ഇപ്പൊ യൂറോ USD എടുക്കുകയാണെങ്കിൽ അതിനൊരു ഗ്രാഫ് ഉണ്ട്, ഗോൾഡിന് വേറെ ഗ്രാഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ടൈമും പ്രൈസും ആണുള്ളത്. ഓരോ ടൈമിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തിനാണ് നമ്മൾ ചാർട്ട്സ് ഉപയോഗിക്കുന്നത്? ചാർട്ട്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ചാർട്ട്സ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ട്രെൻഡ്സ് മനസ്സിലാക്കാം. ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അപ്വേർഡ് ട്രെൻഡ് ആണോ അതോ ഡൗൺവേർഡ് ട്രെൻഡ് ആണോ, സൈഡ് വേസ് ട്രെൻഡ് ആണോ എന്ന് നമുക്ക് ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എൻട്രി പോയിന്റ് ഉണ്ടോ, എക്സിറ്റ് പോയിന്റ് എവിടെയാണ്, മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ബിഹേവിയർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർട്ട് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ചാർട്ട് എന്താണെന്ന് പഠിച്ചു. ഇനി ടൈപ്പ് ഓഫ് ചാർട്ട് നോക്കാം. ലൈൻ ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്, കാൻഡിൽ സ്റ്റിക് ചാർട്ട് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ചാർട്ട്സ് ആണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ കാൻഡിൽ സ്റ്റിക് ചാർട്ടിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്. ഇതിൽ മോസ്റ്റ്ലി കോമൺലി ഉപയോഗിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കാൻഡിൽ സ്റ്റിക്ക് എന്ന് നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ കാൻഡിൽ സ്റ്റിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് എന്താണ്? കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു ടൈമിനനുസരിച്ച് ഉണ്ടാവുന്ന മാർക്കറ്റിന്റെ മൂവ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ, അതാണ് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. കാൻഡിൽ സ്റ്റിക്ക് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 മിനിറ്റ് കാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്, 1 അവർ ഉണ്ട്, 4 അവർ ഉണ്ട്, 1 ഡേ ഉണ്ട്. അപ്പൊ നമുക്ക് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ കാൻഡിൽ സ്റ്റിക്ക് ടൈം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് എന്താണെന്ന് പറഞ്ഞു. ഒരു കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു ഓപ്പൺ പ്രൈസ് കാണാം, അതിന്റെ ഹൈ, ലോ, അതുപോലെ ക്ലോസ് പ്രൈസും കാണാം. ഈ 4 ഇൻഫോർമേഷൻ അടങ്ങിയ ഒരു കാൻഡിൽ സ്റ്റിക്ക് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് അടുത്തത് കാൻഡിൽ സ്റ്റിക്കിന്റെ ഒരു ഫിഗർ കാണാം. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ബുള്ളിഷ് കാൻഡിലാണ്. ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഈ കാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയനെയാണ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊരു ലോവർ ഷാഡോ, അപ്പർ ഷാഡോ, ഈ 2 എൻഡിനെയും നമ്മൾ എന്തെന്നാണ് പറയാ? ഷാഡോസ് എന്നാണ് പറയാ. അപ്പൊ ഇത് ലോവർ ഷാഡോയും ഇത് അപ്പർ ഷാഡോയുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ബുള്ളിഷ് കാൻഡിലാണ്. അപ്പൊ ഇതിന്റെ ഒരു ഓപ്പണിംഗ് പ്രൈസും ഉണ്ടാവും, ക്ലോസിംഗ് പ്രൈസും ഉണ്ടാവും. അപ്പൊ ഇത് ബുള്ളിഷ് കാൻഡിൽ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പൺ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഒരു കാൻഡിൽ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ബോഡിയും ഇതെന്താണ്? ഇതിന്റെ ഷാഡോ എന്നാണ് പറയുന്നത്. കാൻഡിൽ എന്ന് പറയുമ്പോൾ ബുള്ളിഷ് കാൻഡിലും ഉണ്ട്, ബിയറിഷ് കാൻഡിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഏത് കളറിൽ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. കോമൺലി നമ്മളിപ്പോ ഗ്രീൻ, റെഡ് കളറിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ 2 കാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബുള്ളിഷ് കാൻഡിലും ബിയറിഷ് കാൻഡിലും. ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ എന്താണ്? അവിടെ ബയേഴ്സ് ആണ് കൂടുതൽ.
ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ സെല്ലേഴ്സ് ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീൻ കളറിലാണ് ബുള്ളിഷ് ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്, റെഡ് കളറിലാണ് ബിയറിഷ് ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ബയേഴ്സ് ആണ് അവിടെ കൂടുതൽ, ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ സെല്ലേഴ്സ് ആണ് കൂടുതൽ. അപ്പൊ നമ്മളിവിടെ 2 ക്യാൻഡിലും കൊടുത്തിട്ടുണ്ട്, ബുള്ളിഷും ബിയറിഷും. ഇനി ഇതിൽ ബുള്ളിഷ് ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ ബോഡി, ഇവിടെ ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസ് ഉണ്ട്, ഇവിടെ ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്. അപ്പൊ ബുള്ളിഷ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബയേഴ്സ് ആണ് കൂടുതൽ അല്ലെ. അപ്പൊ ഇത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ആയി, അത് കഴിഞ്ഞിട്ട് എവിടെയാ ക്ലോസ് ആവുന്നത്? ഇവിടെയാണ് ക്ലോസ് ആവുന്നത് അല്ലെ. അപ്പൊ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓപ്പൺ ലോ, ലോയിലാണ് ഇത് ഓപ്പൺ ആവുന്നത്, ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? ഹൈയിലാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ലോ ക്ലോസ് ഹൈ. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലോ ക്ലോസ് ഹൈ. ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി, എന്നിട്ട് ഇവിടെയാണ് ക്ലോസ് ആവുന്നത്. ലോയിൽ നിന്നാണ് ഓപ്പൺ ആവുന്നത്, ക്ലോസ് ചെയ്യുന്ന ഹൈയിലാണ്. ദാറ്റ് ഈസ് ഓപ്പൺ ലോ ഹൈ ക്ലോസ്. ഓക്കെ, ഇനി ഇവിടെ ബിയറിഷ് ക്യാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ബിയറിഷ് ക്യാൻഡിലിൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ബിയറിഷ് ക്യാൻഡിൽ എന്താണ്? അവിടെ സെല്ലേഴ്സ് ആണ് കൂടുതൽ അല്ലെ. അപ്പൊ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുക? ബിയറിഷ് ക്യാൻഡിൽ ഇവിടെ അല്ലെ. മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഹൈയിലാണ്, ഓപ്പൺ ഹൈ, ക്ലോസ് ആവുന്നത് എവിടെയാ? ലോയിലാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഓപ്പൺ ഹൈ ലോ ക്ലോസ്. ബിയറിഷ് ക്യാൻഡിൽ എങ്ങനെയാണ്? ഓപ്പൺ ഹൈ ലോ ക്ലോസ്. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട്, ദാറ്റ് ഈസ് ഓപ്പൺ ലോ ക്ലോസ് ഹൈ. ബിയറിഷ് ക്യാൻഡിലോ? ഓപ്പൺ ഹൈ ലോ ക്ലോസ്. എന്തുകൊണ്ടാണ് കാൻഡിൽ സ്റ്റിക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു കാൻഡിൽ സ്റ്റിക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? മാർക്കറ്റിന്റെ സെന്റിമെന്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും, അതുപോലെ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും, ട്രെൻഡ് ഡയറക്ഷൻ പറയാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ കാൻഡിൽ നോക്കിയിട്ട് ബയേഴ്സ് ആണോ കൂടുതൽ, സെല്ലേഴ്സ് ആണോ കൂടുതൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചാർട്ടിലെ കാൻഡിൽ സ്റ്റിക്ക് നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ചാർട്ട് എന്താണ്, കാൻഡിൽ സ്റ്റിക്ക് എന്താണെന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. മാർക്കറ്റിന്റെ മൂവ്മെന്റ് അറിയണമെങ്കിൽ, മൂവ്മെന്റ് അറിഞ്ഞാലേ നമുക്ക് ബൈയും സെല്ലും എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ എങ്ങനെ അറിയാം? ചാർട്ടും കാൻഡിൽ സ്റ്റിക്കും ഒക്കെ നോക്കിയിട്ടാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ചാർട്ട് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ കാൻഡിൽ സ്റ്റിക്ക് എന്താണെന്ന് പറഞ്ഞു. കാൻഡിൽ സ്റ്റിക്കില് നമ്മൾ ബിയറിഷ് ക്യാൻഡിലും ബുള്ളിഷ് ക്യാൻഡിലും നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ട്രെൻഡ്സിലേക്ക് പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ മാർക്കറ്റിന്റെ ട്രെൻഡ് നമുക്ക് ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. ട്രെൻഡ് എന്താണ്? ട്രെൻഡ് ഷോസ് ദ ഓവറോൾ ഡയറക്ഷൻ ഓഫ് പ്രൈസ് മൂവ്മെന്റ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ ഡയറക്ഷൻ എങ്ങനെയാണ്, പ്രൈസ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് കാണിക്കുന്നതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഓഫ് ട്രെൻഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? അപ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, സൈഡ് വേസ് ട്രെൻഡ് ഉണ്ട്. അങ്ങനെ 3 ട്രെൻഡ്സ് ആണുള്ളത്: അപ്വേർഡ് ട്രെൻഡ്, ഡൗൺവേർഡ് ട്രെൻഡ് ആൻഡ് സൈഡ് വേസ് ട്രെൻഡ്. ഇനി ഇതിലെ നമ്മൾ അപ് ട്രെൻഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ് ട്രെൻഡ് എങ്ങനെയാ? അപ് ട്രെൻഡ് എങ്ങനെയാ ഉണ്ടാവുക? മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ അതിനൊരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ് ട്രെൻഡ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഹയർ ഹൈയും ഉണ്ടാവും, ഹയർ ലോസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ലോ ആണ്, ഇവിടെ ഹൈ അല്ലെ. ഇവിടെ എന്തുണ്ട്? ഹയർ ലോ. ഈ ലോയിനെക്കാട്ടും വലിയ ലോ ആണ്, ഇറ്റ്സ് ഹയർ ലോ. ഇനി ഇതെന്താണ്? ഹയർ ഹൈ. ഈ ഹൈനേക്കാൾ വലിയൊരു ഹൈ അല്ലെ, ഹയർ ഹൈ. ഇനി ഇങ്ങോട്ട് പോകുന്തോറും ഇതെന്താണ്? ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ലോ, അങ്ങനെ അങ്ങനെ പോകും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഫോം ചെയ്തിട്ടുള്ളത്? ഹയർ ഹൈസും ഹയർ ലോസും ആണ് ഉള്ളത്. നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അപ്വേർഡ് ട്രെൻഡ് എങ്ങനെ ഉണ്ടാവുക? അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹയർ ഹൈസും ഉണ്ടായിരിക്കും, ഹയർ ലോസും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അപ് ട്രെൻഡ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴാണ്? മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴാണ്. എപ്പോഴാണ് മുകളിലോട്ട് പോവുക? ഹയർ ഹൈസും ഹയർ ലോസും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രെൻഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അപ് ട്രെൻഡ് എന്താണെന്ന് നോക്കി. ഇനി ഡൗൺ ട്രെൻഡ് എന്താണെന്ന് നോക്കാം. ഡൗൺ ട്രെൻഡ് എപ്പോഴൊക്കെ അറിയാ? ലോവർ ഹൈസും ലോവർ ലോസും ഉള്ളപ്പോ. അപ്പൊ നമുക്ക് നോക്കാം. ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഇതെന്താണ്? ഹൈ ആണ് അല്ലെ. ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ഹൈ ഉണ്ട്. ഇവിടെ എന്താണുള്ളത്? ലോവർ ഹൈ ആണുള്ളത്. ഇവിടെയോ? ഇവിടെ ഉള്ളത് ലോവർ ലോ അല്ലെ. അങ്ങനെ ലോവർ ഹൈസും, ഇവിടെ ലോവർ ഹൈ വരും, ലോവർ ലോ വരും, അങ്ങനെ ലോവർ ഹൈ, ലോവർ ലോ. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ആണ് അല്ലെ. ഇതൊരു ഡൗൺവേർഡ് ട്രെൻഡ് ലൈൻ ആണ്. സോ ഇതെന്താണ്? ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ മാർക്കറ്റ്
ഡൗൺ ട്രെൻഡ് ആണ്, ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഡൗൺ ട്രെൻഡ് എപ്പോഴും ഒക്കർ ചെയ്യുക, ഡൗൺ ട്രെൻഡ് ഒക്കർ ചെയ്യുക പ്രൈസ് മാർക്കറ്റിന്റെ മൂവ്മെന്റിലെ ലോവർ ഹൈസും ലോവർ ലോസും ഫോം ചെയ്യുമ്പോഴാണ് അതിനൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സൈഡ് വേസ് ട്രെൻഡ് എന്താണെന്ന് നോക്കാം അല്ലെ. സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എന്താണ് ഈക്വൽ ഹൈസ് ആണ് അല്ലെ, അതുപോലെ തന്നെ ഈക്വൽ ലോസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. ഇവിടെ ഉള്ളത് ഈക്വൽ ഹൈസും അതുപോലെ തന്നെ ഈക്വൽ ലോസും ആണുള്ളത് അല്ലെ. അപ്പൊ ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ഉണ്ടെങ്കിൽ അതെന്താണ്, ഒരു സൈഡ് വേസ് ട്രെൻഡ് ആണ്. അപ്പൊ നമ്മൾ 3 ട്രെൻഡ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? അപ്വേർഡ് ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്, അതുപോലെ ഡൗൺ ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഏതാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ കാൻഡിൽസ്റ്റിക് എന്താണെന്ന് പഠിച്ചു അല്ലെ. ഇനി ആ കാൻഡിൽസ്റ്റിക് വെച്ചിട്ട് അതിന്റെ പാറ്റേൺസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനാലിസിസ് ചെയ്ത് മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ കുറച്ച് പാറ്റേൺസ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബുള്ളിഷ് എൻഗൾഫിംഗ്, ബിയറിഷ് എൻഗൾഫിംഗ്, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ ആൻഡ് ഹാമർ. ഓക്കെ, ഇത് കുറച്ച് കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ്. ഇതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓരോ പാറ്റേൺസും അത് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പാറ്റേൺസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. ഇതെന്താണ്? ടെക്നിക്കൽ അനാലിസിസിൽ വരുന്നതാണ്. ഇത് നോക്കിയിട്ട്, ഈ പാറ്റേൺസ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, നമ്മൾ പറഞ്ഞു മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമ്മൾ നോക്കുന്ന ചാർട്ട് വഴിയാണ്. ഓക്കെ, അപ്പൊ ചാർട്ട് എന്താണ്, അതിൽ കാൻഡിൽസ്റ്റിക് എന്താണ്, ഓക്കെ, അതിന്റെ ട്രെൻഡ്സ് ഏതൊക്കെയാണ്? അപ്വേർഡ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, സൈഡ് വേസ് ട്രെൻഡ് ഉണ്ട്. അങ്ങനെ 3 ട്രെൻഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ പാറ്റേൺസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കുറച്ച് പാറ്റേൺസ് ഉണ്ട്, അത് കൂടുതൽ എന്ത് ചെയ്യും, നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.